നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിലെ ഞാൻ പറയാൻ പോകുന്നത് ഒരു കുഞ്ഞു ഭക്തയെ കുറിച്ചാണ് കേട്ടോ. +2 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഫോണൊക്കെ നന്നായിട്ട് ഉപയോഗിക്കും. നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കും, ഏത് നേരം ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഷോർട്സ്, റീൽസ് ഇതൊക്കെ കാണുന്നതാണ് പ്രധാനപ്പെട്ട വിനോദം. അങ്ങനെ ഈ ഷോർട്സ് കാണുന്ന കൂട്ടത്തിൽ ഒരു ദിവസം അബദ്ധവശാലാണ് എൻ്റെ ഒരു ഷോർട്സ് കണ്ടത് കേട്ടോ. ഭഗവാന്റെ കഥയായിരുന്നു, എന്തുകൊണ്ടായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ കുട്ടി ശ്രദ്ധിച്ചത് അതൊന്നുമല്ല, ഭഗവാനെ കുറിച്ചല്ല ശ്രദ്ധിച്ചത്. ഈ ജിമിക്കി കമ്മല്, അതുപോലെ കോസ്റ്റ്യൂം, ഇതൊക്കെയാണ് അന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ വരുമല്ലോ. അങ്ങനെയാണ് ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് തുടങ്ങിയത്. ക്രമേണ നമ്മുടെ ഫുൾ വീഡിയോസും കാണാനായിട്ട് തുടങ്ങിട്ടോ. നമ്മളതിൽ നാമജപമൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ കുട്ടിയും നാമം ചൊല്ലിയിട്ട് അതിൽ ഇടും. ആദ്യമൊക്കെ ചെറിയ സംഖ്യകളൊക്കെ ആയിരുന്നു, പിന്നെ പിന്നെ കൂടുതൽ ഇടാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് പറയുകയും ചെയ്തു കേട്ടോ, ചേച്ചി ഞാൻ ഇന്ന് ഇത്ര നാമം ചൊല്ലി, പിറ്റത്തെ അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കൂടുതൽ നാമം ചൊല്ലി. അങ്ങനെ പറയുമ്പോൾ ആ വ്യത്യാസം അവർക്കുണ്ടാകുന്ന, മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഭഗവാനോട് ഓരോ ദിവസം ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അടുക്കാനായിട്ട് തുടങ്ങിയത്, ആ വ്യത്യാസമൊക്കെ മനസ്സിലാവണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മുൻപൊന്നും തീരെ നാമം ചൊല്ലിയിരുന്നില്ല എന്ന്. അപ്പോൾ ഈ വീഡിയോസ് കാണാനായിട്ട് തുടങ്ങിയതിന് ശേഷമാണ് നാമം ചൊല്ലുന്ന ഒരു ശീലം വന്നത്. അപ്പോൾ അത് കൂടുതൽ കൂടുതൽ ചെല്ലുമ്പോൾ ആ ഒരു സന്തോഷം ഈ കുട്ടി എന്നെയും അറിയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോഴും എനിക്കും സന്തോഷമാണ്. കാരണം ഒരാളെയെങ്കിലും ഭഗവാനിലേക്ക് നമുക്ക് കൂടുതലായിട്ട് അടുപ്പിക്കാനായിട്ട് സാധിക്കുക, ആ ഒരു വഴി തുറന്നു വിടുക, അതൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതൊരു പ്രത്യേക അനുഗ്രഹം കൂടിയാണ്. അപ്പോൾ ആ ഒരു സന്തോഷം എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇടയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇപ്പോൾ നാമം ചൊല്ലുന്ന സമയത്തെ മനസ്സിന് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ശ്രദ്ധ കിട്ടണില്ല, ഒരു കോൺസെൻട്രേഷൻ കിട്ടണില്ല. എന്താണെന്നറിയില്ല, മനസ്സ് പല ഭാഗങ്ങളിലേക്കായിട്ട് ഇങ്ങനെ ചാഞ്ചാടുന്നുണ്ട്. അപ്പം എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ ഇതേ 2 ദിവസം മുന്നേ നമ്മുടെ അമൃത ചേച്ചിയും കൂടെ ഇതേ ഒരു സംശയം ചോദിച്ചു. അതായത് നാമം ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധ പോകുന്നുണ്ടെന്ന്, വേറെ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങളിലേക്ക് മനസ്സിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, അതെന്തുകൊണ്ടാണ്, അതിനെന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പേര് ചോദിച്ചതുകൊണ്ട് മനസ്സിലായ ഒരു കാര്യം, ഇത് പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഈ നാമം ചൊല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ഭഗവാനെ വിളിക്കുന്ന സമയത്ത് ശ്രദ്ധ പോകുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത് തന്നെയാണ് പറയണത്. നാമം ചൊല്ലുമ്പോൾ ശ്രദ്ധ പോകുന്നത് എന്തുകൊണ്ടാണ്, അതെന്താണ് പരിഹാരമായിട്ട് ചെയ്യേണ്ടത്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ അത് കൂടാതെ അലങ്കാരവും പറയുന്നുണ്ട്. ഭഗവാന്റെ അലങ്കാരം, ഭഗവതി അമ്മയുടെ ഒക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായില്ലേ. ഭഗവതി അമ്മയുടെ, ഗണപതിയുടെ, അയ്യപ്പൻ്റെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ ഗുരുവായൂരപ്പനെ ഒരു കയ്യിൽ വെണ്ണൂറിലുണ്ട്, മറ്റേ കയ്യിൽ ഓടക്കുഴലുണ്ട്. എന്നിട്ട് മുട്ടുകുത്തി നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ മുട്ടുകാലിൽ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് നമ്മളേക്ക് നോക്കിയിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ്. നല്ല സന്തോഷമുണ്ട് മുഖത്തൊക്കെ. പിന്നെ ഇന്നലെ സോപാനം തൊഴിലായിരുന്നു. വളരെ തിരക്ക് ഇങ്ങനെ കുറഞ്ഞ ഒരു ദിവസമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ ക്രമേണ തിരി കുറഞ്ഞ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ സോപാനം തൊഴിലായിരുന്നു കേട്ടോ. ഭഗവാനെ അടുത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു. നല്ല ഭംഗിയിൽ അണിയിച്ചിട്ട് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഭഗവാനെ. നല്ല ഭംഗിയായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. ആ വെണ്ണയൊക്കെ കയ്യിൽ കിട്ടിയ സന്തോഷമുണ്ട്. നമ്മളെയൊക്കെ കുറച്ചും കൂടി അടുത്തുനിന്ന് കാണുന്നുള്ള ഒരു സന്തോഷമുണ്ട്. അങ്ങനെ സുന്ദരനായിട്ട് നിൽക്കുന്ന ഉണ്ണി കണ്ണനായിരുന്നു. 3 തിരുമുടി മാലയുണ്ട് ഭഗവാനെ. ഒരെണ്ണം നന്ദ്യാർവട്ടവും തെച്ചിയും കൂടിയിട്ടാണ്. അതിൽ നന്ദ്യാർവട്ടം ആ വെളുത്ത കളറാണ് കൂടുതലായിട്ട് കാണുന്നുണ്ടായിരുന്നത്. ചെറുതായിട്ടാണ് ആ ഒരു തെച്ചിപ്പൂ ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ തിരുമുടി മാലയിൽ 3 നിറമുണ്ട് കേട്ടോ. അതായത് നന്ദ്യാർവട്ടം ഉണ്ട്, തുളസി ഉണ്ട്, തെച്ചിയുണ്ട്. പിന്നെ ഒരു തിരുമുടി മാല മുഴുവനായിട്ടും തെച്ചിപ്പൂക്കളായിരുന്നു. അങ്ങനെയായിരുന്നു 3 മാലകൾ ഉണ്ടായിരുന്നത്. പിന്നെ 2 ഉണ്ടമാലകളും. അതിൽ ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചിയും തുളസിയാണ്. തെച്ചിയാണ് ധാരാളമായിട്ട് കോർത്തിരിക്കുന്നത്. പിന്നെ ഇടയിലായിട്ട് കുറേശ്ശെ തുളസിയും കൂടെ കോർത്തിട്ടുണ്ട്. പിന്നെ ഒരു ഉണ്ടമാലയിൽ താമരയും തുളസിയും കൂടിയിട്ടായിരുന്നു. അതിലും താമരയാണ് ധാരാളമായിട്ട്, താമരയുടെ ഇതളാണ് കേട്ടോ ധാരാളമായിട്ട് കോർത്തിരിക്കുന്നത്. പിന്നെ കുറേശ്ശെ തുളസി. അങ്ങനെയാണ് 2 ഉണ്ടമാല ഉണ്ടായിരുന്നത്. അതിന് നടുക്കാണ് മുട്ടുകുത്തിയിട്ട് വെണ്ണയും ഓടക്കുഴലും പിടിച്ചിട്ട് ഭഗവാൻ നമ്മളേക്ക് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ.
കിരീടമൊക്കെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ട് അതിന് മുകളിൽ ഒരു പീലി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തുനിന്നായോണ്ടേ കുറച്ചും കൂടെ നന്നായിട്ട് കാണാനും ഉണ്ടായിരുന്നു കേട്ടോ ഭഗവാനെ. വേഗം നീക്കും, എന്നിരുന്നാലും ആ ഒരു മുഖം, ആ ഒരു രൂപം മനസ്സിൽ പതിയണ്ടേ, അത് കുറച്ചും കൂടെ അടുത്ത് നിന്ന് കാണാനായിട്ടും കൂടെ സാധിച്ചു. നെറ്റിയിൽ ഗോപീതിലകം ഉണ്ട് കേട്ടോ. വലിയ കാതുപൂക്കളാണ്, കുഞ്ഞു മുഖമാണല്ലോ, അതുകൊണ്ട് തന്നെ ആ കാതുപൂക്കൾക്കൊക്കെ നല്ല വലിപ്പം തോന്നുന്നുണ്ടായിരുന്നു. അപ്പം നല്ല തിളക്കമുണ്ട്. പിന്നെ പുഞ്ചിരിക്കുന്ന ഒരു കുഞ്ഞു മുഖം. കഴുത്തിൽ മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, കഴുത്തിലും ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കൈവളകളും തോൾവളകളും ഒക്കെ ആയിട്ട് വലത്തെ കൈയിലെ വെണ്ണൂരുളയാണ്, ഇടത്തെ കൈയിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ പട്ടുകോണകത്തിന്റെ, ചുവന്ന പട്ടുകോണകത്തിന്റെ മുകളിലായിട്ടൊക്കെ ഇങ്ങനെ ഒരു പതക്കം പോലെ അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്തുനിന്നായതുകൊണ്ട് നല്ല രസത്തിൽ കാണാനും ഉണ്ടായിരുന്നു. പിന്നെ 2 കാലുകളും ഇങ്ങനെ ഒട്ടുകുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാൽത്തളകളൊന്നും കണ്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ കണ്ണിൽ പെടാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഇന്നലെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. അപ്പം അങ്ങനെ അടുത്ത് നിന്ന് ഭഗവാനെ കാണാനായിട്ട് സാധിച്ചു. നല്ല സുന്ദരനായിട്ട്, സന്തോഷവാനായിട്ട്, പുഞ്ചിരി തൂക്കി നിൽക്കുന്ന വെണ്ണക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പം എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ വെണ്ണക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമുക്ക് ഗണപതിയെ തൊഴാനായിട്ട് പോകാം കേട്ടോ. ഇന്നലെ ലംബോദര ചതുർത്ഥിയായിരുന്നു. ഇന്നലെ ഒരു ഗണപതിയുടെ കഥയും പറഞ്ഞിരുന്നു. അപ്പം ആ ഒരു കഥ കേട്ടിട്ട് നല്ല സന്തോഷവാനായിട്ടാണ് ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ള അലങ്കാരമായിരുന്നു കേട്ടോ. ധാരാളം ആഭരണങ്ങളൊക്കെ പ്രത്യേക രീതിയിലൊക്കെയാണ് അണിഞ്ഞിരിക്കുന്നത്. മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. നല്ല തിളങ്ങുന്ന മഞ്ഞാട്ടോ. അതിൽ നിറയെ സ്വർണത്തിൻ്റെ ഇങ്ങനെ പൊട്ടുപൊട്ടുകൾ പോലെ ലേസൊക്കെ പതിപ്പിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഉടയാടയാണ്. പിന്നെ തുമ്പിയിൽ ഒരു തെച്ചിപ്പൂവ്, ആ 4 ഇതളുണ്ടല്ലോ, ആ ഇതളിങ്ങനെ തുമ്പിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നെറ്റിയിലും അതേപോലെ 2 തെച്ചിപ്പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് നെറ്റിയിൽ പൊട്ടു തൊടുമല്ലോ, അതിന് പകരമായിട്ട് ആ തുമ്പിയിലും നെറ്റിത്തടത്തിലും അത് തന്നെയാണ്. പിന്നെ നല്ല വീതിയുള്ള ഒരു മാലയുണ്ട്, അതിൽ വെളുത്ത കല്ലുകളുണ്ട്. നല്ല വീതിയുള്ള ഒരു പ്രത്യേക ഒരു മാലയാണ്. ഒറ്റ മാല ഇട്ടാൽ മതി കഴുത്ത് നിറയും, അങ്ങനത്തെ ഒരു മാലയായിരുന്നു കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗണപതിയുടെ ഒരു കിരീടം, വലിയൊരു കിരീടം വെച്ചിട്ടുണ്ട്. ആ കിരീടത്തിനും നെറ്റിത്തടത്തിനും നടുവിലായിട്ട് കുറച്ച് അലങ്കാരങ്ങളുണ്ട് കേട്ടോ. ഈ തൂക്ക് കമ്മലുകൾ ഉണ്ടല്ലോ, അതേപോലെയാണ് ഒരു 3 എണ്ണം വെച്ചിട്ടുണ്ട്. 2 കാതുകളിലും കുഞ്ഞിക്കമ്മലുകൾ 2 എണ്ണം, അതും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കമ്മലുകളാണ്. ഒരു കറുപ്പും സ്വർണ്ണ നിറവും ഒക്കെ ഇടകലർന്നിട്ടുള്ള കുഞ്ഞു തൂക്ക് കമ്മലുകൾ, അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, അലങ്കാരമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. സുന്ദരനായിട്ടിരിക്കുന്ന ഗണപതിയായിരുന്നു. അപ്പം എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഗണപതിക്ക് മുന്നിലും ഒന്ന് ഏത്തമിട്ടോളൂ. ഇനി ഭഗവതി അമ്മേനെ കാണാൻ പോകാം. ഭഗവതി അമ്മ താലപ്പൊലിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല സന്തോഷത്തില് സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടിരിക്കണേ. ധാരാളം മാലകൾ അണിഞ്ഞിട്ടുണ്ട് ഇന്നലെ. പട്ട്, ചുവന്ന പട്ടാണ് ഈ മുകൾ ഭാഗത്ത്, ഈ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ചുവന്ന പട്ടാണ് ധരിച്ചിരിക്കുന്നത്. കുറച്ചേ അത് കാണാനുള്ളൂ കേട്ടോ. മാലകളൊക്കെ അണിഞ്ഞ് ചെറിയൊരു രൂപമാണ് ഭഗവതി അമ്മയുടെ. അപ്പോൾ ഈ ചുവന്ന പട്ട് കുറച്ചേ കാണുള്ളൂ. പിന്നെ ചുവടെ നല്ല സ്വർണ്ണ നിറം, മുഴുവൻ സ്വർണ്ണ നിറത്തിലായിരുന്നു കണ്ടത്, ഒരു പട്ട് ഉടയാടയുണ്ട്. അങ്ങനെ 2 നിറമായിരുന്നു ഇന്നലെ ഉടയാടയായിട്ടുണ്ടായിരുന്നത്. പിന്നെ കഴുത്തിൽ ഞാൻ പറഞ്ഞല്ലോ ധാരാളം മാലകൾ അണിഞ്ഞിരിക്കണേ. കുഞ്ഞു രൂപമാണ്, അപ്പോൾ കുഞ്ഞു കുഞ്ഞു മാലകൾ ധാരാളമായിട്ട് അണിഞ്ഞിരിക്കുക. ഒരു സ്വർണ്ണ പൂ വെച്ചിട്ടുണ്ട്, പിന്നെ അവിടെ ഒരു മാല, പിന്നെ ഈ ആലില പോലെയുള്ള കുറേ ലോക്കറ്റുകളോട് കൂടിയിട്ട ഒരു മാല, പിന്നെ ഒരു മണിമാല, സ്വർണ്ണ മണിമാല, പിന്നെ ഒരു മാല, പിന്നെ ഈ കഴുത്തിൽ നിറഞ്ഞിട്ട് പോരാത്തത് പകുതി ഇങ്ങനെ മടിയിലായിട്ടായിരിക്കണേ. അപ്പം അത്രയധികം മാലകൾ ഇന്നലെ ഭഗവതി അമ്മ അണിഞ്ഞിട്ടുണ്ട്. പിന്നെ കാതുകളിൽ പൂക്കളാണ്, കാതുപൂക്കളാണ്. അതൊന്നും അല്ല കേട്ടോ, 2 എണ്ണം വെച്ചിട്ടുണ്ട്. ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തായിരുന്നു കേട്ടോ ഭഗവതി അമ്മയ്ക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നെറ്റിയിലാണെങ്കിലോ 3 പൊട്ടുകളാണ്. വൃത്താകൃതിയിൽ ഒരു വട്ടപ്പൊട്ടുണ്ട്, സ്വർണ്ണപ്പൊട്ടാണ്. അതിന് മുകളിൽ ഒരു ത്രികോണാകൃതിയിലുണ്ട്, സ്വർണ്ണ നിറത്തിലാണ്. അതിന് മുകളിൽ ഒരു സ്വർണ്ണ ഗോപിയുണ്ട്. അപ്പം അങ്ങനെ തട്ടുകളായിട്ടാണ് പൊട്ട് തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ കിരീടം കുറച്ച് ചാർത്തിയിട്ട് അതിന് മുകളിൽ ഈ കാശുമാല ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചിരിക്കുക, ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ. അപ്പം നല്ല തിളക്കമുണ്ട്. ആ കാശുമാലയുടെ ഭംഗിയും കൂടെ ഒരു പ്രത്യേകം എടുത്ത് പറയാനുണ്ട്. ഇനി അതിനു മുകളിലായിട്ട് ഒരു സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഭഗവതി അമ്മയുടെ കിരീടം ഉണ്ടായിരുന്നത്. നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. നല്ല സന്തോഷവതിയായിട്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട്. അപ്പോൾ ഭഗവതി അമ്മയുടെയും കൂടെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഭഗവതി അമ്മേനെയും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ തൊഴാട്ടോ. അയ്യപ്പന് കറുപ്പ് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. അത് കറുപ്പിലെ നിറയെ സ്വർണ്ണ പൊട്ടുകൾ, കുറച്ച് വലിപ്പമുള്ള സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ പതിപ്പിച്ചിട്ട് ലേസൊക്കെ ഇങ്ങനെ തുന്നിപ്പിടിപ്പിച്ചിട്ടുള്ള ഒരു ഉടയാടയായിരുന്നു കേട്ടോ. പിന്നെ കഴുത്തിൽ നിറയെ മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഈ മാലകൾ ചാർത്തിയിരിക്കുകയാണ് കേട്ടോ, യഥാർത്ഥ മാലകളല്ല, ചന്ദനം കൊണ്ട് ചാർത്തിയിരിക്കുക. അതിൽ ഏറ്റവും ചുവടെയുള്ള നല്ല വീതിയിൽ ചാർത്തിയിട്ട് നടുക്കൊരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്.
പിന്നെ അതിന് മുകളിലേക്കായിട്ട് ഓരോ മാലകൾ ഇങ്ങനെ പ്രത്യേക രീതിയിൽ ചന്ദനവും വെളുപ്പും ചുവപ്പും കറുപ്പും ഒക്കെ നിറത്തിൽ ഇങ്ങനെ പ്രത്യേക രീതിയിൽ ചാർത്തിയിരിക്കുകയാണ്. അപ്പോൾ കഴുത്ത് നിറച്ച് മാലകൾ അണിഞ്ഞ പോലെയാണ് അയ്യപ്പനും ഇരിക്കുന്നത്. പക്ഷെ ചാർത്തിയിട്ടുള്ള മാലകളാണെന്ന് മാത്രം. പിന്നെ 2 തോളുകളിലായിട്ട് സ്വർണ്ണപ്പൊട്ടുകൾ വെച്ചിട്ടുണ്ട്, 2 കാതുകളിലും സ്വർണ്ണപ്പൊട്ടുകളുണ്ട്, ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് നല്ല ഭംഗിയുള്ള മുഖച്ചാർത്തായിരുന്നു കേട്ടോ. എന്ത് രസമെന്ന് അറിയോ അയ്യപ്പൻ്റെ മുഖമൊക്കെ കാണാനായിട്ട്, നല്ല രസമായി ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ പൊട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കിരീടം ഇങ്ങനെ ഓരോ കുത്തുകൾ ഇങ്ങനെ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിരിക്കുക, ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ ഓരോ കുത്തുകൾ, അതിന് മുകളിൽ ഒരു സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കിരീടമായിട്ടുണ്ടായിരുന്നത്. സുന്ദരമായിട്ടുള്ള മുഖച്ചാർത്തോട് കൂടിയിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നത്. ആഭരണങ്ങളൊക്കെ അറിഞ്ഞിട്ട് മാലകളെല്ലാം ചാർത്തിയിരിക്കുകയാണെന്ന് മാത്രം. അങ്ങനെ ഇരിക്കുന്ന അയ്യപ്പനായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പന് മുന്നിലും ഒന്ന് നമസ്കരിച്ചോളൂ. ഈ നാമം ചൊല്ലുന്ന സമയത്തെ നമ്മുടെ ശ്രദ്ധയൊക്കെ പോകുകയാണെങ്കിൽ എന്താണ് അതിനൊരു മരുന്നായിട്ടുള്ളത് എന്നുള്ളത് എല്ലാവർക്കും സംശയം. ഇപ്പം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിലേ മുതിർന്നവർ പറയും നല്ല തല്ല് കൊടുക്കാത്തതുകൊണ്ടാണ് അവർക്ക് ശ്രദ്ധ പോണത്. അത് ചെറിയ കുട്ടികളുടെ അടുത്തല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് വേറെ ഏത് രീതിയിലും പറഞ്ഞാലും മനസ്സിലാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കണം. മക്കളെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് തരാട്ടോ എന്ന് പറഞ്ഞാൽ വല്ല എന്തെങ്കിലും പഴവും അല്ലെങ്കിൽ മിഠായിയോ ഒക്കെ തരാട്ടോ എന്ന് പറഞ്ഞാലേ അവരിയ്ക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നന്നായി വഴക്ക് പറയണം. അല്ലാതെ അവരാരും ചെയ്യില്ല. കാരണം ആ ഒരു ഭക്തിയുടെ ആ ഒരു ചിന്തയിലേക്ക് ചെറിയ കുട്ടികൾ അത്ര പെട്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടല്ലല്ലോ ചൊല്ലുക. ഇപ്പം ഞാനാണെങ്കിലും ചെറുപ്പകാലത്തൊക്കെ എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ ഇതുപോലെ സന്ധ്യ ആവുന്ന സമയത്ത് വിളക്ക് കൊളുത്തൂലോ. അപ്പം ഞങ്ങളൊക്കെ കളിക്കാൻ പോയിരിക്കും. ഇന്നാണ് കുട്ടികൾ ഈ ഫോണിലൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. അന്ന് കളിക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ ഈ സമയം ആവുമ്പോഴേക്കും വിളി വരും, വേഗം വന്നോട്ടോ, മെയിൽ കഴിക്കോളൂ കേട്ടോ, ഇതാ മുത്തശ്ശി വിളക്ക് വെക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അപ്പോഴേക്കും നമ്മൾ ഓടി വരും. അതെന്തുകൊണ്ടാണെന്നറിയോ? പേടിച്ചിട്ടാ. കാരണം ആ സമയത്ത് എത്തിയില്ലെങ്കിൽ നന്നായിട്ട് വഴക്ക് പറയും. തല്ലൊന്നും ചെയ്യില്ല കേട്ടോ, പക്ഷെ നന്നായി വഴക്ക് പറയും. അത് മതി, അതത്ര ഡോസ് കൂടിയിട്ട് നന്നായിട്ട് ആയിരിക്കും പറയുക. അപ്പോൾ നമുക്ക് നന്നായി ഒരു നാണമൊക്കെ വരുമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയമാകുമ്പോഴേക്കും കുട്ടികളെല്ലാവരും എത്തും. എന്നിട്ട് മേലൊക്കെ കഴുകി വന്നിട്ട് ഇരിക്കും. അപ്പോഴേക്കും വിളക്കൊക്കെ കൊളുത്തും. എന്നിട്ട് നാമം ചൊല്ലും, ഉറക്കെ നാമം ചൊല്ലാൻ പറയും. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ചൊല്ലുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ചുണ്ടനക്കുന്നതൊന്നും അവിടെ നടക്കില്ല കേട്ടോ. നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ടിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഉറക്കെ ചൊല്ലാനായിട്ടാണ് പറയണതെന്ന്. അത് 1-2 തവണ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ശീലാകും. അങ്ങനെ ഉറക്കെ ചൊല്ലണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പം എന്താണ് അവിടെ നടക്കുക എന്ന് വെച്ചാൽ അത് എല്ലാ ദിവസവും അങ്ങനെ ചൊല്ലുമ്പോൾ നമുക്കൊരു ശീലാകും. അപ്പോൾ കുട്ടികൾ അങ്ങനെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ വഴക്ക് പറയാം, അല്ലെങ്കിൽ നല്ല തല്ലി കൊടുക്കാം, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മുതിർന്നവരാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. ശരിക്കും അത് നമുക്ക് കൃത്യമായിട്ട് അതിനോടൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു രുചി വരണം എന്നൊക്കെ പറയില്ലേ, അത് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. അത് വരാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഫോണിൽ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കുക, നമുക്ക് കൃത്യമായിട്ട് അത് ശ്രദ്ധിച്ചിരിക്കാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റണത്. അപ്പോൾ ആ ഒരു ഇഷ്ടം ഇതേ കാര്യത്തിലും വരണം. ഭഗവാനോടുള്ള ആ ഒരു ഇഷ്ടമുണ്ടായിരിക്കും. എന്നാലും നമ്മളത് കുറച്ചൊക്കെ ഇങ്ങനെ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അത് പൂർണ്ണമായിട്ട് കൊണ്ടുവരിക. നമ്മുടെ നാവിലെ രുചി നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാ ദിവസവും രാവിലെ പല്ല് തേച്ചിട്ട് നാക്ക് പഠിക്കണം. അത് നമ്മൾ സ്വയം ചെയ്യണം. മറ്റാരും നമുക്ക് ചെയ്തു തരില്ല. എന്നാലല്ലേ നമുക്ക് എല്ലാത്തിൻ്റെയും രുചി അറിയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ഭക്തിയുടെ രുചി നമുക്ക് വരണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സ്വയം വിചാരിക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള നാമം ചൊല്ലാനായിട്ട് ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഇപ്പോൾ ഫോണ് അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും പ്രത്യേക ശബ്ദമുള്ള സ്ഥലത്തു നിന്നൊക്കെ മാറിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫോണ് ദൂരെ വയ്ക്കുക. അങ്ങനെയുള്ള ശല്യം ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വയ്ക്കുക. പിന്നെ നാമം ചൊല്ലുന്ന സമയത്ത് നാമത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട കഥകൾ, അത് ഉത്ഭവിക്കാനിടയായിട്ടുള്ള സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ക്രമേണ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരും. പിന്നെ മനുഷ്യന്മാരാണ്, നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് തന്നെ മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധ മാറുന്നതിലെ അതിൽ തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അയ്യോ ഞാൻ ഇതൊക്കെ വിട്ടു പോയല്ലോ, ഞാൻ വേറെ സ്ഥലത്തേക്ക് എത്തിയല്ലോ എന്ന് തോന്നുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ. ആ നിമിഷം അതിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിടുക. അത്രയേ ഉള്ളൂ, അത്രേ ചെയ്യണ്ടൂ. അതിങ്ങനെ കുറേ നാളുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ സ്ഥലത്തേക്കൊന്നും നമ്മുടെ ചിന്ത പോകില്ല. ആ തുടക്കത്തിലെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെയാണ്. ഇപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന സമയത്തൊക്കെയാണ് ആ ഒരു ശ്രദ്ധ പോകുക. ഏറ്റവും നല്ല മാർഗ്ഗം എല്ലാത്തിനും നാമം ജപിക്കൽ തന്നെയാണ്. നാമം ജപിക്കുന്നതിൻ്റെ ശ്രദ്ധ പോയി കഴിഞ്ഞാലും അത് കൊണ്ടുവരാനുള്ള മാർഗം പോലും നാമം ജപിക്കില്ല.
അപ്പോൾ അത് എന്തായാലും ശരിയാകും കേട്ടോ. നമുക്ക് ആ ഒരു രുചിയോട് കൂടിയിട്ട്, നമ്മൾ ആ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. അങ്ങനെ സാധിക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഭഗവാന്റെ കാര്യത്തിൽ. നന്നായി നാമം ചൊല്ലുക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പരിഹാരമായിട്ട് അതിന് നാമം ചൊല്ലിലാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ശ്രദ്ധ പോകുന്നുണ്ടെങ്കിൽ ആ പോയത് മനസ്സിലായ ആ സെക്കൻഡിൽ തിരിച്ചു കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. അതിന് ദോഷമൊന്നുമില്ല കേട്ടോ, അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മാത്രം കുഴപ്പമാണ്. ഭഗവാൻ അതിൽ യാതൊരുവിധ പരാതിയുമില്ല. ഭഗവാൻ കൂടുതൽ കൂടുതൽ നമ്മളേക്ക് മനസ്സിലാക്കി തരികയാണ്. നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ട് കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് മനസ്സിലാക്കി തരിക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഭഗവാൻ നമ്മുടെ അടുത്ത് യാതൊരുവിധ പരാതി ഉണ്ടാവില്ല, അതുകൊണ്ട് യാതൊരുവിധ ദോഷവും ഇല്ല കേട്ടോ. അടുത്തതായിട്ട് അനിത CP എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. സന്താന സൗഭാഗ്യത്തിന് ഏത് ശ്ലോകമാണ് ചൊല്ലേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. സന്താന സൗഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് സന്താന ഗോപാല മന്ത്രം ചൊല്ലാവുന്നതാണ്. ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പതി ദേഹിമേ തനയം കൃഷ്ണ ത്വാമഹം ശരണം ഗത. അല്ലയോ ഭഗവാനെ, അങ്ങേപോലെ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ എന്നാണ് ആ പ്രാർത്ഥനയിൽ പറയണത്. അത് ചൊല്ലുക, ദിവസവും ചൊല്ലുക. എത്രത്തോളം നമുക്ക് ചൊല്ലാനായിട്ട് സാധിക്കുന്നോ അത്രത്തോടും നമുക്ക് ഭക്തിയോട് കൂടി വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലുക. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നാരായണീയത്തിലെ അവതാരം വായിക്കാം. 37-38 ദശകങ്ങളായിട്ടാണ് അവതാരം വരുന്നത്. ആനന്ദരൂപ എന്ന് പറയുന്ന ഭഗവാന്റെ അവതാരമാണ് അവിടെ വർണ്ണിക്കണത്. അത് ചൊല്ലാം, നിത്യവും ചൊല്ലാം. നമുക്ക് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ ശുദ്ധിയോടുകൂടി ചൊല്ലാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ശ്ലോകങ്ങളായിട്ട് ചൊല്ലാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവതാരം ചീട്ടാക്കുക. കൃഷ്ണനാട്ടം കളി ചീട്ടാക്കിയിട്ട് ആ ഒരു വഴിപാട് ചെയ്യാം. അതിലും ഭഗവാൻ അവതരിക്കുകയാണ്. ദേവകിക്കും വസുദേവർക്കും ഭഗവാൻ വിശ്വരൂപ ദർശനം നൽകുന്നുണ്ട്, കുഞ്ഞായിട്ടുള്ള ഭഗവാൻ. അപ്പോൾ അതേപോലെ ഒരു ഭഗവാനെ നമുക്കും നൽകണേ എന്നാണ് ആ ഒരു പ്രാർത്ഥന. അപ്പോൾ അവതാരം ചീട്ടാക്കാം ഒരു വഴിപാടായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നന്നായി പ്രാർത്ഥിക്കുക ഭഗവാന്റെ അടുത്ത്. ഇപ്പം നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് സാധിക്കുമെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിലും ഭഗവാന്റെ മുന്നിൽ നിന്നിട്ട് ഭഗവാനോട് നമ്മുടെ വിഷമങ്ങളൊക്കെ പറയുക. ഭഗവാനെ, എനിക്കൊരു കുഞ്ഞിനെ നീ തന്നു കഴിഞ്ഞാൽ നിന്റെ നടയിൽ വന്നിട്ട് ഗുരുവായൂർ വന്നിട്ട് ചോറൂണ് നടത്താം, അങ്ങനെ പ്രാർത്ഥിക്കാം. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് വിശ്വരൂപം കെട്ടിക്കാമെന്ന് പ്രാർത്ഥിക്കാം. പിന്നെ അതുപോലെ അടിമ കെടുത്താമെന്ന് പ്രാർത്ഥിക്കാം. തുലാഭാരം, ഇതൊക്കെ ഓരോരുത്തർക്ക് അനുസരിച്ചിട്ട് ഭഗവാൻ എങ്ങനെയാണോ മനസ്സിൽ തോന്നിപ്പിക്കുന്നത് അങ്ങനെയുള്ള വഴിപാടുകൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് ഇതൊക്കെ നേരാം, ഇതൊക്കെ ചെയ്യാം. ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന വഴിപാടുകളാണ്. അപ്പം ഏതൊക്കെയാണോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, നമ്മുടെ മനസ്സിലെ ഭഗവാൻ പറയുന്നത് അത് ചെയ്യാം. വിശ്വാസത്തോട് കൂടിയിട്ടുള്ള പ്രാർത്ഥന ഭഗവാൻ കേൾക്കും. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. വിശ്വാസം ഉണ്ടോ, അടിയുറച്ച വിശ്വാസം ഉണ്ടോ, തീർച്ചയായിട്ടും ഭഗവാൻ ഒരു കുഞ്ഞിനെ നൽകിയിട്ട് അനുഗ്രഹിക്കും കേട്ടോ. അപ്പോൾ സന്താന സൗഭാഗ്യത്തിനെ സന്താന ഗോപാല മന്ത്രം ചൊല്ലാം. പിന്നെ നാരായണീയത്തിലെ അവതാരം വായിക്കാം. അടുത്തത് നളിനി എന്നൊരു അമ്മ ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. നളിനി അമ്മയുടെ മകൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ വെറും ഗ്ലൂക്കോസ് കയറ്റിയിട്ടാണെന്ന് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം അത്രയേറെ അവശതകൾ ഉണ്ടായിരിക്കും. ഭഗവാന്റെ അടുത്ത് പറയുന്നുണ്ട് എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാം. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് ശാരീരികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. ചിലർക്ക് കുറച്ചും കൂടിയൊക്കെ എനർജി ഉണ്ടായിരിക്കും. അവരുടെ ശാരീരിക സ്ഥിതിക്കനുസരിച്ചാണ് ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നടക്കുന്ന സമയമാണല്ലോ. ചിലർക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെയായിരിക്കും. അങ്ങനെയുള്ളവരെ കുറിച്ചും കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വൊമിറ്റിംഗ് ഒക്കെ അപ്പോൾ ശരീരത്തിൽ നിന്ന് ഒരുപാട് ലവണങ്ങളൊക്കെ പോകുന്ന ഒരു സമയമാണല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാനായിട്ട് തീർച്ചയായിട്ടും ഡോക്ടറുടെ ഒരു ഉപദേശം തേടുക കേട്ടോ. അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ മരുന്നുകളൊക്കെ അറിയണ്ടായിരിക്കും. ഇനി അലോപ്പതി സാധിക്കുന്നില്ലെങ്കിൽ ആയുർവേദത്തിലൊന്ന് ശ്രമിച്ചു നോക്കി നോക്കാം. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ഭഗവാന് ഏത് വഴിപാടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏത് വഴിപാട് വേണമെങ്കിലും സമർപ്പിക്കാം കേട്ടോ. പ്രാർത്ഥനയോട് കൂടി സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം. പിന്നെ ആ കുഞ്ഞിനെ നമുക്ക് കൊടുക്കാനായിട്ട് ആ പെൺകുട്ടിക്ക് കഴിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സാധിക്കുന്നതൊക്കെ ഉണ്ടായിരിക്കും. അത് കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഭഗവാന്റെ പ്രസാദങ്ങൾ ഇപ്പോൾ തൊട്ടടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാൻ പറ്റുമെങ്കിൽ ഇവിടുന്ന് പ്രസാദങ്ങൾ വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് കഴിക്കാനായിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് ഇപ്പോൾ അന്നദാനം അല്ലെങ്കിൽ പ്രസാദൂട്ടമൊക്കെ ഉള്ളിടത്താണെങ്കിൽ അവിടുന്ന് ചോറൊക്കെ കിട്ടും. അല്ലെങ്കിൽ അവിടുത്തെ പായസമോ എന്തെങ്കിലുമൊക്കെ കുട്ടിക്ക് കൊണ്ടുവന്ന് കൊടുക്കുക. ചിലപ്പോൾ ആദ്യമൊക്കെ കുറേശ്ശെ തിരിച്ചൊക്കെ കഴിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ക്രമേണ അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടി കൊണ്ടുവരാം. ഒറ്റ തവണ നമുക്ക് ഉദ്ദേശിച്ച പോലെ കഴിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അപ്പം അങ്ങനെയൊക്കെ പ്രസാദങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കാനായിട്ട് കൊടുക്കുക.
അപ്പോൾ ഭഗവാന്റെ പ്രസാദം ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടായിരിക്കും, ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ. ഞാൻ കഴിച്ചു നോക്കിയാലേ കുട്ടിക്ക് അറിയുള്ളൂ അത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കില്ല കുട്ടിക്ക് കഴിക്കാൻ പറ്റുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ ഉപ്പുമാങ്ങയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലതാണ്, അത് ശരീരത്തിനും നല്ലതാണ്. ഇപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അത് ശരീരത്തിനും നല്ലതാണ്, എന്തെങ്കിലുമൊക്കെ വയറ്റിലേക്ക് കയറുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാട്ടോ. നന്നായിട്ട് പ്രാർത്ഥിക്കുക, പരിഭ്രമിക്കാനൊന്നുമില്ല. അത് ഒരുവിധം എല്ലാവർക്കും വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നന്നായി പ്രാർത്ഥിക്കുക ഭഗവാന്റെ അടുത്ത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ വിശേഷങ്ങളും അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. നാമജപം എല്ലാവരും മുടങ്ങാതെ ചൊല്ലിക്കോളൂ. അടുത്ത ദിവസം നാമജപത്തിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. ഇനി നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.